ഹലോ ഗായ്സ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. സാധാരണ നമ്മളൊരു ഓൾറൗണ്ടർ റിവ്യൂ ആണല്ലോ പറയുന്നത്. ഇത്തവണ നമ്മൾ അതൊന്ന് മാറ്റിപ്പിടിച്ചു. ഒരു 3 മാസത്തെ യൂസർ റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വരാം അല്ലേ. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക. Oppo Reno 14 പറ്റി പറയുകയാണെങ്കിൽ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കര സമയമൊന്നും ആയില്ല, ഒരു 3 മാസത്തിന് മുമ്പ് കത്തി നിന്നൊരു ഫോണാണ്. ഇപ്പോഴും കത്തലിനൊരു കുഴപ്പമൊന്നുമില്ല, സൂപ്പറായിട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിഞ്ഞു പോകുന്ന ഒരു ഫോൺ തന്നെയാണ് Oppo Reno 14. കാരണം ഇന്ന് വരെ നമ്മൾ കണ്ട ഒപ്പോ ഫോണുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയും എല്ലാമാണ് നമുക്ക് ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയും, Oppo Reno 14 ഒരിക്കലും ഒരു ഗെയിമിംഗ് സെൻട്രിക്കോ അല്ലെങ്കിൽ ഒരു ഹെവി യൂസറിനോ പറ്റിയ ഫോണായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു ഫോട്ടോ എഡിറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വ്ളോഗർ ആണ്, നിങ്ങൾ ഒരു വ്ളോഗിങ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാനോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കണ്ണും പൂട്ടി ഫോൺ എടുക്കാം. കാരണം ഇതൊരു ഫോട്ടോ സെൻട്രിക് ഫോണാണ്. ഫോണിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ സ്ലീക്ക് ആൻഡ് കോമ്പാക്ട് ഡിസൈൻ ആണ്. സത്യം പറയല്ലോ, ഇത് തരുന്ന ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്, സൂപ്പറാണ്. ഡ്യൂറബിലിറ്റി കാര്യം എടുത്തു പറയണം. അലുമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുക. അത് പോരാനിട്ട് ഇതിനൊരു കുഷൻ ബാക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ നിന്നൊന്ന് ഫോൺ വീണമെന്നും പറഞ്ഞ് വലിയ കേടുപാടൊന്നും പറ്റത്തില്ല. പക്ഷെ ഒരു മയത്തിലൊക്കെ വീഴണം. ഡിസ്പ്ലേനെ പറ്റി പറയുമ്പോൾ തന്നെ 1.5K റെസൊല്യൂഷനോട് കൂടിയ LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും HDR സപ്പോർട്ട് ഉള്ളതും. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 1200 നിറ്റ്സ് ആണ്. ഒരു ഓക്കെ ആണ്, മാനേജബിൾ ആണ്, നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡയറക്റ്റ് സൺലൈറ്റ് പോകുമ്പോൾ അയ്യോ എനിക്കൊന്നും കാണുന്നില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബട്ട് അല്പം കൂടുതൽ തന്നിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ വിസിബിലിറ്റിയിൽ അത് കുറച്ചുകൂടെ നല്ലതാക്കിയാണ്, ആ ഒരു എക്സ്പീരിയൻസും കൂടെ കുറച്ചുകൂടെ നല്ലതാക്കിയേനെ എന്ന് എനിക്ക് തോന്നി. ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ Dimensity 8350 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഡെയിലി ടാസ്കിനൊക്കെ ഓക്കെ ആണ്, ഒരു മീഡിയം യൂസറിനൊക്കെ ഓക്കെയാണ്. ബട്ട് ഹെവി ടാസ്കേഴ്സിന് അതൊരു നല്ല ചിപ്സെറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ ഹെവി ആയിട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഹീറ്റിംഗ് ഇഷ്യൂവും അതുപോലെ തന്നെ ഫ്രെയിം ഡ്രോപ്പ് ഒക്കെ വരുന്നതായിട്ട് നോട്ട് ചെയ്തു. സോ അത് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇപ്പോൾ ഓടുന്നത് ColorOS 15 ആണ്. അടുത്ത് തന്നെ അത് ColorOS 16 ആയിട്ട് മാറുന്നതാണ്. സോ എന്താ കുറച്ചും കൂടെ ഒരു നല്ല എക്സ്പീരിയൻസ്, ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് ഓപ്പോ തരുമെന്ന് വിശ്വസിക്കുന്നു. വേറൊരു നെഗറ്റീവ് എന്ന് തന്നെ പറയാം, ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ഫോൺ യൂസ് ചെയ്യോ അല്ലെങ്കിൽ ക്യാമറ യൂസ് ചെയ്യോ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നെറ്റ് ഓൺ ആക്കിയിട്ടിട്ട് മൂവീസ് വീഡിയോസ് അതൊക്കെ ബ്രൗസ് ചെയ്യുമ്പോൾ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. മേ ബി ഞാൻ പറഞ്ഞല്ലോ ഇതിന് അലുമിനിയം ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും. കാരണം അലുമിനിയം ഫ്രെയിം കൊടുക്കുന്ന ഫോണുകളിലൊക്കെ ഈ ഒരു ചെറിയ വാംത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നോർമലാണ്. അതുപോലെ തന്നെ ഇതിന് ഇനി ഒരു മേജർ അപ്ഡേറ്റ് ആണ് വരുന്നത് OS 15 നിന്ന് 16 അതിൽ തന്നെ മേജർ ചേഞ്ചസും ഒരു സ്മൂത്ത്നെസ്സും ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും നോക്കാം ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ ഇല്ലെന്ന്. മേ ബി ആ ഒരു അടുത്ത് നമുക്ക് ഇതിന്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. ഇതിന്റെ സെൽഫി ക്യാമറ വന്നിട്ട് സാംസങ് JN5 50MP കൂടിയുള്ള ഓട്ടോ ഫോക്കസ് സെൻസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാലോ പോർട്രേറ്റ് ഒക്കെ ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം. കാരണം നല്ലൊരു ഫോട്ടോ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഇന്ന് വരെയും യൂസ് ചെയ്തിട്ട് ഒപ്പോ ഒക്കെ നമ്മളൊന്ന് വെളുപ്പിച്ച് പണ്ടാരടക്കി ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്തിട്ടാണല്ലോ കാണിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു ക്ലോസ് ടു നേച്ചർ, നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ഒരു 80-85 അടുത്തോളം നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റിലൊക്കെ HD ഡിറ്റക്ഷൻ വളരെ സൂപ്പറാണ്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. മെയിൻ ലെൻസ് വന്നിട്ട് IMX 882 50MP ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് സാംസങ് JN5 50MP ലെൻസ് ആണ് യൂസ് ചെയ്തത്. ഇത് രണ്ടും സൂപ്പറാണ്. ടെലിഫോട്ടോയിലൊക്കെ ഈ ഒരു ലെൻസ് തന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ഇമേജ് ക്വാളിറ്റി തന്നെ ഭയങ്കര പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പറാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോർട്രേറ്റ് ഒരു രക്ഷയില്ല, സൂപ്പർ. ക്യാമറ സെറ്റപ്പിൽ ഒരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിന്റെ അൾട്രാ വൈഡിന്റെ ലെൻസ് ആണ്. അത് 8MP ഉള്ളൂ. പക്ഷെ അതൊരു കുറവാണോ എന്ന് ചോദിച്ചാൽ കുറവാണ്. കാരണം നമുക്ക് 50MP മെയിൻ ലെൻസും ടെലിഫോട്ടോയും സെൽഫി ലെൻസും ഒക്കെ തന്നിട്ട് ഈ ഒരു സംഭവത്തിൽ എത്തുമ്പോൾ അത് 8MP ആയിട്ട് കുറച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ബാക്കി ഈ പറഞ്ഞ മൂന്ന് സെൻസറും വെച്ചും 4K 60fps വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അൾട്രാ വൈഡിൽ അത് പറ്റത്തില്ല. പിന്നെ അത്ര മോശമാണോ അൾട്രാ വൈഡ് MP എന്ന് ചോദിച്ചാൽ അതും അത്ര മോശമല്ല. ഡേ ടൈമിൽ ഓക്കെ ആണ്, ഭയങ്കര സൂപ്പർ എന്നല്ല. കാരണം ബാക്കി രണ്ട് ലെൻസ് നമുക്ക് അത്ര സൂപ്പർ സാധനമാണല്ലോ തരുന്നത്. സോ ഓക്കെ ആണ്. പക്ഷെ നൈറ്റ് ടൈമിലോ അല്ലെങ്കിൽ ഒരു ഡിം ലൈറ്റിലോ അൾട്രാ വൈഡ് വൺ ശോകമാണ്. ശോകം എന്ന് പറഞ്ഞാൽ ശോകം എന്ന് തന്നെ പറയണം, വളരെ വളരെ മോശം. വീഡിയോഗ്രാഫി, ഇതിന്റെ വീഡിയോഗ്രാഫിനെ പറ്റി പറയുകയാണെങ്കിൽ
ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം എന്ന് തന്നെ പറയാം. കാരണം പല ഹൈ എൻഡ് ഫോണും നമുക്ക് തരാത്ത ഒരു വീഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഫോണിലൂടെ കിട്ടുന്നത്. ഒരു ഐഫോൺ ലെവലൊക്കെ എത്തും, അത്ര അങ്ങോട്ട് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ കുഴപ്പമില്ല, എന്റെ അടുത്തെത്തുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അത്രയും നല്ലൊരു വീഡിയോ ക്വാളിറ്റി തരുന്നത് കൊണ്ട് സമ്മതിച്ചാൽ പറ്റൂ, ഇതൊരു അടിപൊളി വീഡിയോഗ്രാഫിക്ക് പറ്റിയ ഫോണാണ്. വീഡിയോഗ്രാഫിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു ഓപ്ഷനാണ് സൗണ്ട് ഫോക്കസ് ഓപ്ഷൻ. അത് ഈ ഫോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു വ്ളോഗർ ആണ് എങ്കിൽ, നിങ്ങളിപ്പോൾ വെളിയിൽ പോയി വീഡിയോസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കുകയാണ് എങ്കിൽ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒരു ലിമിറ്റ് വരെ ഇത് കൺട്രോൾ ചെയ്യും. സോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു സ്റ്റാർട്ടർ ആണ്, ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് എങ്കിൽ, ഉടനെ തന്നെ മൈക്ക് വാങ്ങാനുള്ള ഒരു ബഡ്ജറ്റ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇല്ല എങ്കിൽ, ഈ ഒരു ഓപ്ഷൻ കൊണ്ട് നിങ്ങൾക്ക് അത് വളരെ നല്ലൊരു ഹെൽപ്പ് ആയിരിക്കും. ബാറ്ററി ഡ്രെയിനിങ് ഒരുപാട് പേര് പറയുന്ന ഒരു പ്രശ്നമാണ്. ഫോൺ വാങ്ങിച്ച ഉടനെ തന്നെ ബാറ്ററി നിൽക്കുന്നില്ല, ഒരുപാട് ഡ്രെയിൻ ആവുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോൺ വാങ്ങി ഒരാഴ്ചയെങ്കിലും എടുക്കും നമ്മുടെ ബാറ്ററി ഒപ്റ്റിമൈസ്ഡ് ആവാൻ. കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ഫോണിന്റെ ബാറ്ററി അതുപോലെ ഒപ്റ്റിമൈസ്ഡ് ആവും. പലരും ഇത് മനസ്സിലാക്കുന്നില്ല. പലരും വിചാരിക്കുന്നത് നമുക്ക് 6000 mAh ബാറ്ററി ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തും ചെയ്യാം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഒരാഴ്ച അതിനൊരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണിക്കുന്നതാണ്. ഡ്രെയിനിങ് ഇഷ്യൂ നിലവിൽ എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബാക്കി ഈ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ബാക്കിയുള്ളവർക്ക് പ്രശ്നമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. മേ ബി ചില സെറ്റുകൾക്ക് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം ഡ്രെയിനിങ് ഇഷ്യൂസ് ഒക്കെ വരാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ സർവീസ് സെന്ററിൽ താമസിയാതെ എത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു മീഡിയം യൂസറിനാണെങ്കിൽ ഈ ബാറ്ററി ഒരു ദിവസം, ഒരു 1.25 ദിവസം ഒക്കെ എന്തായാലും നിൽക്കും. പക്ഷെ നിങ്ങളൊരു ഹെവി യൂസർ ആണ് എങ്കിൽ ഒരു 8 to 9 hours ഇതിൽ ചാർജ് നിൽക്കും. ഗെയിമിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, BGMൽ നമ്മൾ എക്സ്ട്രീം ഇട്ട് കളിക്കുകയാണെങ്കിൽ 90 FPS വരെ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു അൾട്രാ മോഡിലോ അല്ലെങ്കിൽ അൾട്രാ എക്സ്ട്രീമിലോ ഇടുകയാണെങ്കിൽ 40 FPS വരെ കിട്ടുന്നുള്ളൂ. നിലവിൽ ഓക്കെ, കുഴപ്പമില്ല. കാരണം നമുക്ക് സമാധാനിക്കാം ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല എന്ന്. ബട്ട് ഒരു മേജർ അപ്ഡേറ്റ് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ അപ്ഡേറ്റ് വന്നതിന് ശേഷം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. AI ഫീച്ചേഴ്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓപ്പോ അതിൽ തകർത്ത് കളഞ്ഞു. കാരണം ഓൾമോസ്റ്റ് എല്ലാ AIസും ഈ ഫോണിൽ അവൈലബിൾ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AI സമ്മറൈസ് ഉണ്ട്, AI കോൾ സമ്മറൈസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ കോൾ വരെ സമ്മറൈസ് ചെയ്ത് തരാനുള്ള ഏർപ്പാടൊക്കെ ഈ ഫോൺ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.